ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പാറ്റകളുടെ പാർട്ടി ജന്തർ മന്ദറിലേക്ക്. ജന്തർ മന്ദറിൽ ഇന്ന് പ്രകടനം നടത്തും എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അവർ തീരുമാനമെടുത്തത്. ഡൽഹി പോലീസിന്റെ അനുമതി പക്ഷേ അവർ തേടിയത് വളരെ വൈകിയാണ്. അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. തീർച്ചയായിട്ടും ഈ പാറ്റകളുടെ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു മാർച്ച് ജന്തർ മന്ദറിൽ പോലീസ് തടയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇന്നലെ തന്നെ മാർച്ചിൽ പങ്കെടുക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളുമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അതിൻ്റെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ നൽകിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം എത്തുക, വെള്ളം കരുതുക, തുപ്പി കരുതുക, വസ്ത്രങ്ങൾ കരുതുക, പ്രകോപനമുണ്ടാക്കരുത്, പോലീസിന് അർപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അവർ നൽകിയത്. ഇതും വലിയ ഒരു നീക്കത്തിൻ്റെ ഒരു തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ഏതാനും ദിവസം മുൻപ് തുടങ്ങിയ ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു നീക്കം വലിയ ഹിറ്റായിരുന്നു. തുടർന്ന് വലിയ തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചത് അതൊരു കാരണമാക്കിക്കൊണ്ടാണ് ഈ പാറ്റകളുടെ ഈ ഒരു വലിയ പ്രസ്ഥാനം രൂപീകൃതമായത് തന്നെ. അതിനെ പേരിട്ടതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത്. ഇന്ന് ജന്തർ മന്ദറിൽ വലിയ പ്രക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട്. ഡൽഹി പോലീസും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഒരു പ്രശ്നമാക്കി, ഒരു പ്രതിസന്ധിയാക്കി, ഒരു കലാപമാക്കി മാറ്റാനുള്ള ശ്രമം ഉണ്ടാകും. ഇതിനിടയിലൂടെ ജിഹാദികളും രാജ്യവിരുദ്ധരും ഒക്കെ തന്നെ നുഴഞ്ഞു കയറാനുള്ള എല്ലാ സാധ്യതകളും ഇന്റലിജൻസും റോയും ഡൽഹി പോലീസും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ തോതിലുള്ള സംഘർഷത്തിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ അതിശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടും ഉണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നതാണ് പ്രതിഷേധം. അതുപോലെ പുസ്തകം, ദേശീയ പതാക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മാർച്ചിനോട് അനുബന്ധിച്ച് ചർച്ചയാകും. അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ന് അല്പസമയത്തിനകം ഡൽഹിയിൽ വിമാനമിറങ്ങുമെന്നാണ് സൂചന. കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. 9 മണിക്ക് ജന്തർ മന്ദറിന് സമീപത്തെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന അഭിജിത്ത് പ്രതിഷേധത്തിന് അനുമതി തേടും. ഇന്ന് ഇത്തരത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ അനുമതി തേടിക്കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സമാധാനപരവും നിയമം പാലിച്ചുമായിരിക്കും സമരമെന്നും അതിനെതിരെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും CJP തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരഭൂമിയിൽ അണിനിരക്കുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് സമാധാനത്തിന്റെ ഭാഗമായി നൽകാനുള്ള പൂക്കളുമായി എത്തണമെന്ന് യുവാക്കളോട് സോനം വാങ്ചുക് ആവശ്യപ്പെട്ടു. നടൻ പ്രകാശ് രാജ്, അതുപോലെ ആദിത്യ താക്കറെ, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരുടെ പിന്തുണ ഈ CJPക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ SFI തുടങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും CJPക്ക് ലഭിച്ചിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നം ഉയർത്തിക്കൊണ്ട് CJP നടത്തുന്ന പ്രതിഷേധം തടയണമെന്നാവശ്യപ്പെട്ട ഹർജി ഉടൻ കേൾക്കാൻ ഡൽഹി ഹൈക്കോടതി നേരത്തെ വിസമ്മതിച്ചിരുന്നു. അനുമതിയില്ലാതെ സമരം നടത്തരുത് എന്നും സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ പാലിക്കപ്പെടണമെന്നും ഉള്ള ഹർജിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വാദം കേൾക്കണ്ട എന്ന് തീരുമാനിച്ചത്. അതിശക്തമായ സംഘർഷങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ജന്തർ മന്ദറിൽ ഇന്ന് പാറ്റകളുടെ പ്രതിഷേധം. പാറ്റകൾ പാറിപ്പോകുമോ, പാറ്റകൾ പാറിയെത്തുമോ എന്ന ചോദ്യമാണ് ഇന്ത്യയിൽ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മറ്റ് വടക്കേന്ത്യൻ മാധ്യമങ്ങളൊക്കെ ഇതൊരു സാധാരണ വാർത്തയായി മാത്രം നൽകുമ്പോൾ കേരളത്തിൽ ഇതൊരു വലിയ പ്രക്ഷോഭ സമരമാക്കി മാറ്റും, അല്ലെങ്കിൽ ആ രീതിയിൽ CJP വലിയ തോതിലുള്ള ഒരു കോളിളക്കമുണ്ടാക്കും, മാറ്റമുണ്ടാക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം.